താഴത്തെ ഫ്ലാറ്റിലെത്താ നമുക്കൊരു കഷ്ണം ചക്ക കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. ചക്കയും പൊള്ളിയും മാങ്ങയൊന്നും കിട്ടിയാൽ നമ്മൾ വിടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഇന്ന് നമുക്ക് ചക്കയും മുതിരയും കൂടിയിട്ട് വെച്ചാലോ. നമ്മുടെ ഇവിടെ ഇടിയൻ ചക്കയുടെ പരുവത്തിനേക്കാളും കുറച്ചും കൂടെ മൂത്ത ചക്കേനെ മൂന്നിടിയൻ എന്ന് പറയും കേട്ടാ. ചെറുതായിട്ട് കുരും ചോളയൊക്കെ വന്നു തുടങ്ങിയ ചക്കേനെയാണ് കേട്ടാ മൂന്നിടിയൻ എന്ന് പറയുന്നത്. അതങ്ങ് നമുക്ക് നന്നായി കൊത്തിയരിഞ്ഞെടുക്കാം കേട്ടാ. ഒരു പാത്രത്തില് കുറച്ച് മുതിര എടുത്ത് നന്നായി നമുക്ക് വറുത്തെടുക്കാം. മുതിര നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. നന്നായി കഴുകിയെടുത്ത മുതിരയും ചക്കയും കൂടി നമുക്ക് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ, ഉള്ളിമുളകൊക്കെ നന്നായി മൂപ്പിച്ച് നമുക്ക് കറി കാച്ചിയെടുക്കാം. ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ മുതിര നന്നായി വറുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പൊ ആ വറുത്ത മണം, മുതിരയുടെ ഒരു പ്രത്യേക മണം ഈ കറിയിൽ ഉണ്ടാവും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ എന്റെ കുട്ടിപ്പട്ടാളങ്ങളുടെ കുറച്ചധികം സാധനങ്ങൾ ഒതുക്കലായിരുന്നു കേട്ടോ ഞങ്ങളുടെ മെയിൻ പണി. എത്രയൊക്കെ ഒതുക്കി വെച്ചാലും കാര്യമില്ലെന്നേ, എന്റെ വീട്ടിലെ സൗന്ദര്യ റാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അണിഞ്ഞൊരുങ്ങണം. അപ്പൊ നമ്മൾ എത്ര സാധനങ്ങൾ ഒതുക്കി വെച്ചാലും ഒരു കാര്യമില്ല, ആളെല്ലാം വലിച്ചു താഴെയിടും. പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മണിക്കുട്ടി വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടാ എന്റെ ഗായികയുടെ ഒരു പാട്ട്. എന്നാ പിന്നെ ആ പാട്ട് നിങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്കിയേ. അമ്പുട് കേട്ടിട്ടുണ്ടെങ്കിൽ തങ്കത്തോണി തങ്കത്തോണി മലയോളം കണ്ട പാലക്കമ്പിൽ ഒരു കാവടിയും കണ്ടേ പള്ളിയിലാക്കൊമ്പിളിൽ മുള്ളോടം പൂവുണ്ട് തുടിക്കൊട്ടും പാട്ടുണ്ട് കാണാതെ എത്താറുണ്ട്. ഞങ്ങള് പാട്ടൊക്കെ പാടി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടാ മേക്കാവ് അമ്പലത്തിൽ നിന്ന് വേല വന്നത്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടാ.